തിരുവനന്തപുരം കല്ലമ്പലം ഒറ്റൂരിൽ അങ്കണവാടിക്ക് മുകളിലൂടെ മരം വീണു. അങ്കണവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ മാറ്റി. സമീപത്ത് നിന്ന് പ്ലാവാണ് കെട്ടിടത്തിന് മുകളിലൂടെ വീണത്. മേഘന മുരളി വിശദാംശങ്ങളുമായി. മേഘന, ഇത് കുട്ടികളുള്ള സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഏതായാലും ആർക്കും അപകടമൊന്നും ഇല്ലല്ലോ അല്ലേ? കല്ലമ്പലം ഒറ്റൂരിൽ ശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഈ അംഗനവാടിക്ക് മുകളിലേക്ക്, ഒറ്റൂരിലുള്ള അംഗനവാടിക്ക് മുകളിലേക്ക് പ്ലാവ് പൊട്ടി വീണിട്ടുള്ളത്. നമുക്ക് അത്ഭുതകരമായി കുട്ടികൾ ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു കുട്ടിക്കും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ 10ഓളം കുട്ടികളാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. ശേഷം ഈ പ്ലാവ് പൊട്ടി വീണത് ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തേക്കാണ്. അംഗനവാടി കെട്ടിടത്തിന്റെ ആ ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്കോ കുട്ടികൾക്കോ ഒന്നും പറ്റുന്ന രീതിയിലേക്ക് ഈ അപകടം മാറിയിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികളെയൊക്കെ സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്ത്, ഈ ഒറ്റൂരിൽ ഇപ്പോഴും മഴയും കാറ്റും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴയിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കല്ലമ്പലം മേഖല എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴും മഴ തുടരുന്നു. അതിലാണ് ഇപ്പോൾ അംഗനവാടിക്ക് മുകളിലേക്ക് ഒരു പ്ലാവ്, അത് പ്ലാവിന്റെ പഴകിയ ഒരു പ്ലാവായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പ്ലാവ് മറിഞ്ഞു വീഴുകയായിരുന്നു. കുട്ടികൾക്കൊന്നും അപകടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്.